നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്ക് വൈകുന്നേരത്തെ ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? ഇതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ഗോതമ്പ് പുട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 50 ഗ്രാം ശർക്കര ചേർക്കാം. ഇത് ഫ്രിഡ്ജിലിരുന്ന ശർക്കര പാനിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുപഴമാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ വീട്ടിലും പുട്ടൊക്കെ ബാക്കിയുണ്ടാവും. അപ്പം പുട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അത് അരിപ്പൊടിയുടെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാവേ. ഇനി ഇതിന് ഇച്ചിരി മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ബ്രെഡ് പൊടിച്ച് ചേർക്കാം. അത് കുറേശ്ശെ ഇട്ട് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവേ. എന്നിട്ട് നമുക്കിത് ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണേ. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും പതുക്കെ ഒന്ന് അനക്കി കൊടുക്കണേ. പൊട്ടിപ്പോവരുത് കേട്ടോ. ഇതൊന്നും വേവാനൊന്നുമില്ല. ഇത് എല്ലാം വെന്തതാണ്. ഇത് പുറം ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതി. വീണ്ടും ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് ഇളക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ വറുത്തെടുക്കാം. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയായിട്ടും അകമൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി പുട്ടൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്